നിങ്ങളിത് കേൾക്കണം. വർഷങ്ങൾക്ക് മുമ്പ് അമൃത സൂപ്പർ സ്റ്റാർ ആവാൻ വന്നതാ ഞാൻ. എനിക്ക് കിട്ടിയില്ല. വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. 18 വർഷങ്ങൾക്ക് ശേഷം ഞാനൊന്ന് ഓഡിഷന് പറഞ്ഞു വിട്ടത് അവനെവിടെ കിടന്ന് വിലസുകയപ്പോൾ. എനിക്കാണെങ്കിൽ നാട്ടിലും കയറാൻ മേല, വീട്ടിലും കയറാൻ മേലാത്ത അവസ്ഥ. സൂപ്പർ സ്റ്റാർ ആണെന്ന് അവന്റെ വിചാരം. എന്തുവാടേ? എവിടെ പോണു? ഞാനോ? എനിക്കിന്ന് സൂപ്പർ സ്റ്റാറിൽ പാട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ടില്ലേ? ഇന്നേ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്തുവാ? ഇന്ന് നീ പാടും, ഞാൻ ആടും. ഇന്നേ നീ പാടും, ഞാൻ ഇവിടെ കിടന്ന് അഴിഞ്ഞാടും. ഇന്ന് ഞാനാടാ സൂപ്പർ സ്റ്റാർ. നീ ഇവിടെ നിന്നങ്ങ് പാടിയാ മതി. ബാക്കി കാര്യമേ ഞാൻ നോക്കിക്കോളാം. അതെന്നാ പരിപാടിയാന്ന്? മര്യാദക്ക് പറയുന്ന കേട്ടണം. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എന്റെ സൂപ്പർ സ്റ്റാർ പരമ്പര ദൈവങ്ങളെ, ഇന്ന് ഞാനാ സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. ഇവന് വയ്യേ. Tatajam, 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 tatajam.
തകതജം തകതകിട തകതജം തകതകിട തത്തജം തകതജം ഷട്കാല ഗോവിന്ദമാരുടിടയാൻ തൽക്കാലം ഞാനേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം ഞാനേ ഉള്ളൂ സനിധപ മപദപ സനിധപ പമഗരെ സരിഗമപദനി സനിധപ ഷട്കാല ഗോവിന്ദമാരുടിടയാൻ തൽക്കാലം ഞാനേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം ഞാനേ ഉള്ളൂ എന്റെ എന്തരോ ഓ ఎందరో మహాను బావులు മന്ദബുദ്ധികൾക്കും ചന്ദനത്തളം തണുക്കും സുന്ദരമാൻ അനുഭൂതിയല്ലോ ആരറിവും താനെ ഏഴു സ്വരങ്ങളാക്കി ആനന്ദഗാനം പെയ്യും ആഗോളനാദരൂപി ഇസൈ കണ്ട ഇളം ഞാനി ഇരനിയ ചിന്നപ്പ അതുതാനാനപ്പ കാനഡ നീ കാനഡ ഇസൈ ജ്ഞാനി ഞാനടാ പക്കാല പോട കാക്കാല ഇല്ലെങ്കിൽ എല്ല് കഴുക്കാല എനിക്കല്ല കാമോദരി എങ്കിലെടുത്തൊന്ന് പെരുമാറ നീ ഇത്തിരി എരിക്കും പിന്നെ പുളിക്കും ഉള്ള പിളയ്ക്കും ഉന്നള ഒരാളി ഗരി ഗരിസ ഗരിസനി ഗരിസനി ദരിസനി ദപ സനി ദപ ദ സനി ദപ സനി ദപ മദ പമഗരി സരിഗമ പരിഗമ പദ സനി ദപ മാരറിവും താനെ ഏഴു സ്വരങ്ങളാക്കി ആനന്ദഗാനം പെയ്യും ആഗോളനാദരൂപി ആരറിവും താനെ താങ്ക് യു വേഴ്സറ്റൈൽ സിംഗർ വൈഗ ലക്ഷ്മിയുടെ വേറൊരു വേഴ്സറ്റൈൽ പെർഫോമൻസ് വിത്ത് ഫാമിലി. അടിപൊളിയായിരുന്നു അല്ലേ മൊത്തത്തിൽ. ഇനി ഇത് ആരൊക്കെയാണ് നമുക്ക് അറിയണ്ടേ? ഇവര് ഫുൾ മേക്ക് ഓവറിൽ വന്നേക്കുന്നോണ്ട് നമുക്ക് മൊത്തത്തിൽ എനിക്ക് മനസ്സിലായി ആരൊക്കെയാന്ന്. ഓക്കെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതമ്മ, പേര് രഞ്ജിത. ഇത് അച്ഛൻ പ്രശാന്ത്. ഓക്കെ, ഇത് അനിയൻ പാർത്ഥസാരഥി. ഇത് ചേട്ടൻ, അച്ഛന്റെ ചേട്ടന്റെ അനന്തു എന്നാണ് പേര്. ഞങ്ങൾ അപ്പുച്ചേട്ടൻ. അപ്പൊ പാർത്ഥസാരഥി എന്താ വിളിക്കണേ? എന്താ വീട്ടിൽ വിളിക്കണേ? അമ്പോറ്റി. എന്താ അമ്പോറ്റി? അമ്പോറ്റി. അമ്പോറ്റി എന്താ അവിടെ നിന്ന് ചെയ്തോണ്ടിരുന്നേ? തമ്പൂര് വായിക്കുന്നു. അമ്പോറ്റി പാട്ട് പാടുവോ? ചേച്ചിയുടെ പാട്ടൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളില്ലേ? കൊള്ളില്ലേടാ? ഇല്ലല്ലേ? അത്ര പോരാ അല്ലേ? മൈക്കില് പറ നീ. എങ്ങനെയാ, പാവാണോ ഇവള്? അല്ല. അല്ലേ? എന്തൊക്കെ ചെയ്യണേ? അവളാദ്യം എന്നെ തല്ലുന്ന. അവൾക്ക് ഡയറി മലക്കാർക്ക് പകുതിയെ തരത്തോ, അതുകൊണ്ടാ. അതുവാ. ഇവളാദ്യം തല്ലു അല്ലേ? അമ്പോറ്റി തിരിച്ചടിക്കോ? ഇല്ല, ആ അച്ഛനോട് പറയും. എന്തായാലും തമ്പുരു വായനയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടാ. സൂപ്പർ ആയിരുന്നു. അപ്പുചേട്ടന്റെ പെർഫോമൻസും പ്രശാന്തന്റെ അമ്മയുടെ ഒക്കെ പെർഫോമൻസ് കലക്കി. അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തത് ഫാമിലി റൗണ്ടില്? ഫാമിലി റൗണ്ടില് എല്ലാവർക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് വേണമല്ലോ. അപ്പൊ എല്ലാരും ഓരോ തീം അനുസരിച്ച്, അപ്പൊ അങ്ങനെ ഒരു
നോക്കി വന്നപ്പോഴത്തേക്ക് ഒരു കച്ചേരി സ്റ്റൈലിൽ പിടിക്കാന്ന് വിചാരിച്ചു. ഓ, പ്രശാന്തേട്ടൻ പിന്നെ പാട്ട് പാടാൻ അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു കച്ചേരി? നന്നായിരുന്നു എന്ന് തോന്നുന്നു, അവരെ പറയും. ഓക്കെ, നമുക്ക് ചോദിക്കാം. ഷാനിക്ക, ശരത്തോട് പറയട്ടെ. ഓക്കെ, എന്താ ഉണ്ണികൃഷ്ണൻ പറയാം. എന്നാ അവിടുന്ന് കറങ്ങി വരാം. നിങ്ങളൊരു തീരുമാനത്തിലെത്തും. ഉണ്ണി പറ. ഉണ്ണി ഉണ്ണി ഏതാണ്ട് സാർ. തമാശയൊക്കെ എഴുതി വെച്ചേക്കുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. കച്ചേരി അസാധ്യമായിരുന്നു. താങ്ക് യു സാർ. കലക്കി എല്ലാരും കൂടി ആ ഒറിജിനൽ സീൻ അങ്ങനെ റീക്രിയേറ്റ് ചെയ്തു അല്ലേ നിങ്ങൾ? ബ്യൂട്ടിഫുൾ, വെരി നൈസ്. താങ്ക് യു സാർ. വളരെ നന്നായിരുന്നു, ഭംഗിയായിരുന്നു. വൈഗ നന്നായി പാടി. താങ്ക് യു സാർ. ഇതൊരു റിയലി പ്യുവർ ക്ലാസിക്കൽ ബേസ്ഡ് സോങ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ള ചില പോർഷൻസ് ഒക്കെ വളരെ ഭംഗിയായിരുന്നു, വളരെ നന്നായി പാടി. അതിൻ്റെ സംഗതികളും 1-2 കാര്യങ്ങൾ ഈ ജതി പറയുമ്പോൾ ആ തക എന്ന് വേണ്ട, തക്ക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. തക ഗ സൗണ്ട് വരണ്ട അവിടെ. ഓക്കെ, പിന്നെ ആ സ്വരങ്ങൾ പാടിയില്ലേ, സ്വരസ്ഥാനങ്ങൾ മാത്രം ചില സ്ഥലത്ത് സോ വാട്ട് എവർ അതിന്റെ സ്ഥാനം സരി ഗമപതി ഗമപദ ഗമപദ മപദനി പദനി സരി ധനി 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 പനി ധപദ മദ പദ മദ പമ ഗമപരി ഗമപ സരി ഗമപ വാട്ട് എവർ യു സിംഗ് ഇറ്റ് ഹാസ് ടു ബി ഓൺ ദ സ്വരസ്ഥാനം. അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതർവൈസ് ഓവറോൾ വളരെ ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു ഉണ്ണി സാർ. ശരത് സാർ. തത്തേ നല്ലതായിരുന്നു, എനിക്ക് അതൊന്ന് കേൾക്കണം. ആ പ്രത്യേകിച്ച് ആ തത്ത തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തജം തത്തജം തക തജം തത്തജം തത്ത. മോളെ ഇതിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു നീ ചെയ്തപ്പോ കേട്ടോ, ഇതിലും നന്നായിരുന്നു. പക്ഷെ ഇവര് ഒരു ഭീകര ഫാമിലിയാണ്, ഒരു നിവർത്തിയില്ല. അച്ഛനൊക്കെ അസാധ്യം. അത് അതെങ്ങനെ പറയണ്ട, ഒരു നമ്മളെന്താ വേറെ ഈ ഒരു കോമ്പറ്റീഷനാണെന്നേ തോന്നിയില്ല. ആ ചോക്ലേറ്റ് കിട്ടാത്ത കൊച്ചു മാത്രം വിഷമിച്ചിരുന്ന തമ്പുരു വീട്ടിക്കായിരുന്നു. വിഷമമൊക്കെ ഉള്ളിൽ ഒതുക്കി പാവം. മക്കളെ നന്നായിരുന്നു കേട്ടോ, തമ്പുരുട്ടി ചൊറിഞ്ഞങ്ങ് തീർത്ത്. അതുപോലെ അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് മനസ്സിലായതല്ല ആദ്യം കിട്ടി ഇത് ആരാന്നുള്ളത്. പിന്നെ ഇങ്ങോട്ടൊക്കെ നടന്നു വന്നപ്പോൾ പിടി കിട്ടി അമ്മ. പക്ഷെ മൊത്തത്തിൽ കൊള്ളാം, ഒരു ഐശ്വര്യമുള്ള ഫാമിലിയാണ്. ഈ വേഷമൊക്കെ കുറച്ച് ബോറാണെങ്കിലും എല്ലാവർക്കും ഒരു സംഗീതമുണ്ട്. അതുകൊണ്ടാണ് അത് വർക്കൗട്ട് ആയത്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പരമ ബോറായി പോയാൽ. പ്രശാന്തേട്ടൻ അടിപൊളി സിംഗറാ. അപ്പൊ മക്കളെ ചക്കര കുഞ്ഞേ, അപ്പം മോളെ എനിക്ക് ആ ലോ പോർഷൻ ഇപ്പൊ ആലാപ് പാടിയല്ലേ ലോ ഇല്ലേ, അത് അങ്ങ് എത്തിയില്ല. അത് കുഴപ്പമില്ല, അത് എത്തിച്ചോണം കേട്ടോ. നിനക്ക് ഇപ്പൊ എന്താ പറയണ്ട, ഈ ഹെഡ് വോയിസ് ബ്രിഡ്ജിങ്ങും മോക്കൊരു പ്രോബ്ലം ആയതുകൊണ്ട് അത് ശരിയായിക്കൊള്ളണം കേട്ടോ. പിന്നെ ഇപ്പൊ ഉണ്ണി പറഞ്ഞത് അത് പ്രധാനമായിട്ട് നമ്മൾ ഒരു രാഗം എടുക്കുമ്പോൾ മോളെ അതിനൊരു കൃത്യത വേണ്ടേ? അപ്പൊ അത് പ്രധാനമായിട്ട് അത് മക്കള് മനസ്സിൽ വെക്കണം. ആ സ്കെയിലിൽ ഒരൊറ്റ സ്വരം മാത്രമേ ഉള്ളൂ ചെറുത്, ബാക്കിയെല്ലാം വലുതാ അല്ലേ? അതാ ഉണ്ണി മക്കൾക്ക് പാടി കേൾപ്പിച്ചു തന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് കിട്ടുന്നത്. മോള് പല സ്വരസ്ഥാനങ്ങളും കുറച്ച് സ്ഥാനഭ്രംശം പറ്റിയിട്ടുണ്ട്. അപ്പം അതും നോക്കിക്കൊള്ളുക. അപ്പോൾ അതിന് കുറച്ചും കൂടെ അത് ശ്രുതി ചേരാതെ ആകുമ്പോഴാണ് അതിനൊരു ക്ലാരിറ്റി കിട്ടാത്തത്. പ്രത്യേകിച്ച് നിഷാദം പ്രതിമധ്യമോ ഒക്കെ കൃത്യം അതിന് ദിശ പോകും. ബാക്കിയുള്ള ഗാന്ധാരവും ദൈവത്തും കൂടെ ശരിയായാൽ മതി. അപ്പം അതൊന്നും നോക്കിക്കോളാം മോളെ. ബാക്കിയൊന്നുമില്ല, ഈ പെർഫോമൻസ് കിടുക്കാച്ചിയായിരുന്നു കേട്ടോ. മോളെ ഈ സ്വരസ്ഥാനങ്ങൾ ഒന്ന് കൃത്യമായിട്ട് പിടിച്ചോളാം. കാര്യം എങ്കിലേ ആ രാഗം സൗണ്ട് ആവത്തുള്ളൂ അല്ലേ? നമുക്കിപ്പോൾ ഒരു ഇന്ന രാഗമാണ് പാടുന്നതെന്ന് പറയാം, അത് കൃത്യമാണെങ്കിൽ മാത്രമേ ആ നോട്ട്സ് അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ രാഗമായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ അല്ലേ? ആണോ കൊച്ചേ? നീ ഇങ്ങനെ അന്തപ്പെട്ട് നോക്കുന്നുണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് പാടി കേൾപ്പിച്ചേ. അല്ല, സരിഗമപനിസ പാടിയാൽ മതി, അത് പാടണമെന്നില്ല. ആ രാഗം മോക്ക് അത് ഉണ്ണി പാടിയത് മോക്ക് മനസ്സിലായെന്നറിയാനാണ്. മോളെ അത് പറയുമ്പോൾ മേളിലോട്ട് പോണ പദ
അത് ആ കോൺഫിഡൻസ് വേണം കേട്ടോ, അത് വിട്ടുകളയരുത്. കാര്യം എങ്കിലേ നമുക്ക് ഇപ്പൊ സനിധമഗരി സരിഗമ ധനിധമനിധ നിസരിഗ രീസനിധമഗരി സരിഗമ ധനി സനിധനീധ മദ. ഇപ്പൊ പഞ്ചമം വർജ്യം ചെയ്ത് പാടുമ്പോൾ അത് വേറെ രാഗമാണ്. അതുകൊണ്ട് നമുക്ക് അത് പാടി കാണിച്ചത്. സരിഗമ പദനി സരിഗമ പദനി, അത് കല്യാണിയാണ്. ഒരു നോട്ട് മാറുമ്പോൾ അത് മക്കളത് മനസ്സിൽ വെച്ചോണം. സനിധ പമ്മഗരി അത് ശങ്കരാഭരണമാണ്. അപ്പം ഇതൊക്കെ ഓരോ എന്താ പെർമുട്ടേഷൻ കോമ്പിനേഷനാണ് രാഗങ്ങൾ, അതറിയാമല്ലോ. അപ്പം അത് മോള് കൃത്യമായിട്ട് മനസ്സിലാക്കി പാടും മോളെ. കാര്യം ഈ ഗുരുപ്രിയ എന്നൊക്കെ ഉള്ള രാഗം നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ പോലും ചിലപ്പോൾ നമുക്ക് പാടുന്നവർക്ക് ഇതിൻ്റെ ടോണിക് നോട്ട് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. കാര്യം പഞ്ചമം ഇല്ലാത്തതുകൊണ്ട്. സരിഗമ ധനിധ സാ, ഈ രാഗം നമ്മൾ പാടുമ്പോൾ ചിലപ്പോൾ കൈവിട്ടു പോകും. അതുപോലെ തന്നെയാണ് ഗോപ്രിയ സാനിധമഗരി സരിഗമധ എന്നുള്ളത് നിസ സനിധമഗരി സരിഗ 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 എല്ലാം ഓൾ സരിഗാസ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി പാടുമ്പോൾ അത് കൃത്യമായിട്ട് അങ്ങ് അടിക്കാൻ പറ്റും കേട്ടോ മുത്തേ. അത്രേ ഉള്ളു ചക്കര. ഐ ലവ് യു. ഓക്കെ, താങ്ക് യു ശരത് സർ. ഷാനിക്ക അടിപൊളിയായിരുന്നു. താങ്ക് യു ഷാനിക്ക. എനിക്ക് ഫുൾ ഫാമിലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പൊ പാട്ടിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ പറഞ്ഞു. ഇത് നിങ്ങളുടെ ഫാമിലി കൂടാതെ വേറെ 2 ഫാമിലീസും കൂടി കണ്ടല്ലോ ഞാൻ. ഉണ്ടായിരുന്നു. അനിഷ്കയുടെ അച്ഛനും മെബിന്റെ അച്ഛനും. സൂപ്പർ സ്റ്റാർ ഫാമിലിയിലെ ആൾക്കാർ തന്നെയാ. ആ ഫുൾ ആക്ട് അടിപൊളിയായിരുന്നു മക്കളെ, അടിപൊളിയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. പാറു, ഇപ്പൊ ഞാൻ മോളെ ലാസ്റ്റ് പാടിയില്ലേ ഫുൾ ടോൺ സ്കെയില്, ഷിനു നമ്പിയാരെ നീ ഫുൾ ബിസി ആണല്ലോ അവിടെ. സരിഗമ സനിധമഗരി സ ഈക്വൽ ഇന്റർവെൽസ് ആണ് മോളെ, പഞ്ചമം ഇല്ല. ഓരോ സ്വരത്തിന്റെ ഇടയ്ക്ക് ഓരോ നോട്ടില്ല. അതാണ് ഈ ഫുൾ ടോൺ സ്കെയിലിന്റെ ഒരു പ്രത്യേകത. എനിക്ക് ഉണ്ണികൃഷ്ണനും മകളും ചേർന്ന് ഈ അടുത്ത് നമ്മുടെ കല്യാണ്ട ഒരു സോങ് ചെയ്തപ്പോൾ, നവരാത്രി ചെയ്തപ്പോൾ അതിലൊരു പോർഷൻ ഈ രാഗത്തിലാണ്. ഉണ്ണി അത് പാടാമെങ്കിൽ 2 ലൈൻ പാടി കേൾപ്പിക്കും. പരമ്പൊരുളിനെ മണந்து പാലിലവിനെ அணிந்து ஒன்றோடு ஒன்றாக உயிரோடு உயிரானவள் ധർമ്മമേനേയാക തരനേനേയാക ധീരമേനേയാക ധിരനെടുപ്പവൾ തായാനവൾ തൂയാനവൾ ഉയരാനവൾ വാട്ടവർ അത് ചെയ്ത് ഞാൻ മറന്നുപോയി. ഫുൾ ടോൺ സ്കെയിലാണ്, അതുകൊണ്ട് പാടാൻ പറഞ്ഞതാ. താങ്ക് യു ഉണ്ണി. താങ്ക് യു ഉണ്ണി സർ. താങ്ക് യു ശരത് സർ. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ എന്തോ 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.5. താങ്ക് യു ഷാനിക്ക. ഉണ്ണി സർ. ഉണ്ണി സർ കച്ചേരി ഇതുവരെ കഴിഞ്ഞില്ല. ഉണ്ണി അത് പാടിക്കൊണ്ടിരിക്കുക. അന്ന് പുറത്തേക്ക് വരാൻ ഓക്കെ, സോ ടോട്ടൽ 17 മാർക്സ്. അടിപൊളി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു അപ്പു ചേട്ടാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.